ഈ പറയുന്ന ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ മാത്സ് എന്ന് പറയുന്ന ചില വിഷയങ്ങളിൽ ഇതിങ്ങനെ വല്ലാതെ കേന്ദ്രീകരിക്കുന്നതിന് പകരം കണ്ടന്റ് നോളജ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ക്ലാസ് മുറിയെ മൊത്തത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുട്ടികളെ അതിലേക്ക് കടത്തിവിടുകയും ആ പഠനത്തിൻ്റെ വഴിയിലേക്ക് അവരൊന്ന് ഒന്ന് ഒന്ന് പിന്നെ സജ്ജമാക്കി വിട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയും മറ്റ് പല പല സാധ്യതകൾ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അധിക സമയം നമുക്ക് കിട്ടുന്ന അധിക സമയത്തെ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭിച്ചെടുക്കാൻ പറ്റുന്ന സമയത്തെ ഇത്തരത്തിൽ പല പല മേഖലകളിലുള്ള ഭാഷാപരമായ കഴിവുകൾ, വിമർശനാത്മകമായ അവരുടെ കഴിവുകൾ, അവരുടെ അഭിരുചികൾക്കുള്ള സ്പേസ് കൊടുക്കുക, അവരുടെ പലതരത്തിലുള്ള കായികവും മാനസികവുമായ വികാസത്തിനുള്ള സ്പേസ് കൊടുക്കുക. ആ രീതിയിലൊക്കെ കരിക്കുലത്തെ വിടർത്തിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം ചുരുക്കിയെടുക്കുന്ന രീതിയിലാണ് ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കേരള സാഹചര്യത്തിൽ ഇത് പോകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ കുട്ടികളെ ഇട്ട് ചെയ്യിക്കുന്ന ഒരു രീതിയിൽ ഈ വിഷയങ്ങളിൽ മാത്രം ഇങ്ങനെ കണ്ണുനട്ട് പോകേണ്ട ഒരു രീതിയിലേക്ക് കുട്ടികളെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം, അതിൻ്റെ ഉള്ളടക്കം നമ്മുടെ ഇന്നത്തെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡറി വ്യവസ്ഥയിലൊക്കെ അത് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നതിനുള്ള നിർഭാഗ്യകരമായ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ഈ കുട്ടികളുടെ മേലെ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. കുട്ടികൾ അതിന് കാരണക്കാരല്ല, മുതിർന്ന ആളുകൾ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ, ഇത് നടപ്പിലാക്കുന്ന ആളുകൾ, ഗവൺമെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ്, ഇവരൊക്കെയാണ് ഇതിന് കാരണക്കാർ എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് ഇതിലൊരു പങ്കുണ്ട് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരു പ്രാഥമിക പ്രതികരണം എന്ന നിലയിൽ പറയാം.